ഈ മർമ്മസ്ഥാനത്ത് ഒരു ആഘാതം ഏറ്റുകഴിഞ്ഞാൽ മരണത്തിലേക്ക് വരെ എത്താവുന്ന മർമാഘാതമാണത്. അതിന് മർമ്മ ഇളക്കുമുറയല്ലാതെ വേറൊരു പരിഹാരമില്ല. വീഴ്ച, അടി, ഇടി, ചതവ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾക്ക് സഡൻ റിസൾട്ടാണ്. അപകടമുണ്ടാക്കാൻ അല്ലെങ്കിൽ മരണത്തെ ഉണ്ടാക്കാനായിട്ട് ഈ മുറിവൈദ്യന്മാർക്ക് ഒരുപാട് സാധിക്കും. ഗുരുജി, ശരിക്കും ഈ മർമ്മ ചികിത്സ ശരിക്കും സേഫാണോ, സുരക്ഷിതമാണോ? ഇത് ആർക്കൊക്കെയാണ് ശരിക്കും ചെയ്യാൻ പറ്റുക? കാരണം നമ്മൾ പലരും നമുക്ക് ചുറ്റിനും കാണുന്നുണ്ട്. അപ്പോൾ ഇതിലേതാ ശരിക്കുള്ളതെന്ന് നമുക്ക് തിരിച്ച് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണല്ലോ. മർമ്മ ചികിത്സ എന്ന് പറയുന്നത് അതിനിഗൂഢമായിട്ടുള്ളൊരു വിദ്യയാണ്. അത് ശരിയായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അത് ഒരുപാട് ജീവനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. മറിച്ച് മുറിവൈദ്യൻ അപകടം ഉണ്ടാക്കുമെന്ന് പറയുന്ന പോലെ അത് ഒരുപക്ഷെ വിദഗ്ധമായിട്ട് പഠിക്കാത്തവരെ അടുത്ത് അവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവരെ സമീപിക്കാതിരിക്കുകയും വേണം. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാനില്ല ചികിത്സയുടെ ഭാഗത്ത്. മറിച്ച് അപകടമുണ്ടാക്കാൻ അല്ലെങ്കിൽ മരണത്തെ ഉണ്ടാക്കാനായിട്ട് ഈ മുറിവൈദ്യന്മാർക്ക് ഒരുപാട് സാധിക്കും. അതുകൊണ്ട് മർമ്മ ചികിത്സ എന്നുള്ളത് അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ പഠിച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരുപാട് മരുന്നുകൾ, പല അസുഖങ്ങൾ ബാധിച്ച് നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഞങ്ങളിവിടെ വരുന്ന ആളുകൾക്ക് ഫസ്റ്റ് ആ അസുഖത്തെ നോക്കി ശരീരത്തേക്ക് ശുദ്ധി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ശുദ്ധി ചെയ്യാനുള്ള മരുന്നുകൾ കൊടുത്താൽ പിന്നെ കഴിവതും നമ്മൾ മർമ്മ പ്രയോഗത്തിലൂടെ തന്നെയാണ്, മർമ്മ ഇളക്കുമുറകളിലൂടെ തന്നെയാണ് അസുഖങ്ങളെ ഏറെക്കുറെയൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. അത് പിന്നീട് അവർക്ക് എന്തെങ്കിലും പോഷകങ്ങളുടെ കുറവുകളോ മറ്റുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കത്തക്കവണ്ണമുള്ള പോഷകങ്ങളാണ് അടങ്ങിയിട്ടുള്ള ന്യൂട്രി ഫുഡ്സോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒക്കെയാണ് ഞങ്ങൾ കൂടുതലും കൊടുക്കാറ്. അല്ലാതെ മരുന്ന് ഒരുപാട് കഴിപ്പിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന രീതികൾ നമുക്ക് ഇവിടെ കുറവാണ്. അപ്പോൾ അതിൽ മർമ്മ ചികിത്സയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് വിദഗ്ധമായിട്ടുള്ള നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. മർമ്മ ചികിത്സ ഉപയോഗിച്ച് എന്തെല്ലാം രോഗാവസ്ഥകളാണ് നമുക്ക് മാറ്റാനായിട്ട് സഹായിക്കുന്നത്? ഏതൊക്കെയാണ്? മർമ്മ ചികിത്സ ഉപയോഗിച്ച് ഇന്ന അസുഖമൊന്നുമില്ല. എല്ലാ അസുഖത്തിനും മർമ്മ ചികിത്സകൾ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ മരുന്ന് കഴിക്കേണ്ട അസുഖമാണെങ്കിൽ പോലും അതിൻ്റെ കൂട്ടത്തിൽ മർമ്മ ചികിത്സ ഉപയോഗിക്കാം. ഷുഗറിന്, പ്രഷറിന്, കൊളസ്ട്രോള്, തൈറോയിഡ്, ഫിറ്റ്സ് എന്ന് വേണ്ട എല്ലാ അസുഖങ്ങളും, ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പിന്നെ കാര്യം പിന്നെ പറയുക വേണ്ട. ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മർമ്മ പ്രയോഗങ്ങളൊക്കെ കൂടുതൽ നമ്മൾ നടത്താറുള്ളത്. എല്ലാ അസുഖത്തിനും നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മർമ്മങ്ങളുണ്ട്. ഓരോ അവയവങ്ങൾക്കും ആ മർമ്മസ്ഥാനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ മർമ്മ ഇളക്കുമുറകൾ ചെയ്തു കഴിഞ്ഞാൽ ആ അസുഖം വളരെ എളുപ്പത്തിൽ മാറാൻ സഹായിക്കും. ചില അസുഖങ്ങൾക്ക് നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതോടൊപ്പം മർമ്മ ഇളക്കുമുറ കൂടിയാവുമ്പോൾ വളരെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അതുതന്നെയാണ് നമ്മുടെയൊക്കെ അല്ലെങ്കിൽ നല്ല കളരി ചികിത്സകരുടെ മർമ്മ പ്രയോഗം നടത്തുന്ന അല്ല മർമ്മ ചികിത്സ നടത്തുന്ന വിദഗ്ധരുടെയൊക്കെ ആ വിജയത്തിൻ്റെ പുറകിൽ രഹസ്യം അതുതന്നെയാണ്. മർമ്മ ചികിത്സയ്ക്ക് ശേഷം രോഗിക്ക് എത്ര സമയത്തിനുള്ളിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും? സഡൻ റിസൾട്ടാണ്. ഓക്കെ. മർമ്മ ചികിത്സയുടെ എല്ലാ ഷുഗർ പോലെയുള്ള അസുഖങ്ങൾക്ക് മാത്രം ചിലപ്പോൾ ഒരു 41 days ഒക്കെ വേണ്ടി വരാറുണ്ട്. അതല്ലാത്ത ഒരു വിധം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വീഴ്ച, അടി, ഇടി, ചതവ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾക്ക് സഡൻ റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സോളാർ പ്ലക്സസ് എന്ന് പറയുന്ന ഈ മർമ്മസ്ഥാനത്ത് ഒരു ആഘാതം ഏറ്റുകഴിഞ്ഞാൽ ആ നിമിഷം ആ വ്യക്തി ഇങ്ങനെ ചുരുണ്ട് ശ്വാസം കിട്ടാതെ ഒരു പക്ഷേ ഇങ്ങനെ ഉരുളുന്നൊരവസ്ഥയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു പക്ഷേ 2 മിനിറ്റ് കൂടുതലൊന്നും ഒരു വ്യക്തിക്ക് ശ്വാസം കിട്ടാതെ നിൽക്കാൻ സാധിക്കില്ല. അത് ഒരു പക്ഷേ മരണത്തിലേക്ക് വരെ എത്താവുന്ന മർമാഘാതമാണത്. അതിന് മർമ്മ ഇളക്കുമുറയല്ലാതെ വേറൊരു പരിഹാരമില്ല. ആ സമയത്ത് കൃത്യമായിട്ട് മറുമർമ്മത്തിൽ പ്രയോഗം നടത്തുക മാത്രമാണ് അതിനുള്ള പരിഹാരം. അതല്ലാതെ ഹോസ്പിറ്റലിൽ എത്താനൊന്നും ആളുണ്ടാവില്ല, അതിന് മുമ്പേ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഉടനെ മറുമർമ്മത്തിൽ അതിന് അതേ ആഘാതത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറെക്കുറെ താങ്ങാവുന്ന ആഘാതത്തിൽ മറുമർമ്മത്തിൽ പ്രയോഗം നടത്തുക എന്നുള്ളതാണ് നമ്മൾ പരിഹാരം. അപ്പോൾ തന്നെ ആ വ്യക്തി സാധാരണ ശ്വസനമായി ആൾ ഇത്രയും സമയം വരെ എന്താണ് ചെയ്തിരുന്നത് അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ട് 2 ദിവസം 4 ദിവസം റെസ്റ്റൊന്നും വേണ്ടി വരുന്നില്ല. അത്രയും സമയം എത്ര ഫോഴ്സിലാണോ ആ വ്യക്തി ചെയ്തിരുന്നത്
അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ കോഴ്സിൽ വ്യക്തിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും. അത്രയും സഡൻ റിസൾട്ടാണ് മർമ്മപ്രയോഗങ്ങളുടെ. പ്രത്യേകിച്ച് ഈ ഉൾക്ക് അതിനൊക്കെ അതിനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ, അത് ദിവസങ്ങളുടെ പഴക്കം വരുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ റെസ്റ്റൊക്കെ വേണ്ടി വരുന്നുള്ളൂ. അതല്ലാതെ അത് ആ സംഭവിച്ച ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ അപ്പം തന്നെ അത് മാറ്റിക്കളയാവുന്ന സാധിക്കുന്നുള്ളതാണ്. ആയുർവേദ ചികിത്സയും കളരി ചികിത്സയും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? കളരി ചികിത്സ എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന നിഗൂഢമായിട്ടുള്ള മർമ്മ പ്രയോഗങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അതുപോലെ മർമ്മ ചികിത്സ കൂടി ആയതുകൊണ്ട് തന്നെ അതിന് സഡൻ റിസൾട്ടാണ്. ഒപ്പം നാഡികളെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ആത്മീയ ആധാര ചക്രങ്ങൾ, 6 ആധാര ചക്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ ശരീരത്തിലെ പ്രാണൻ്റെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും സന്തുലനം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട്, അതുപോലെ വ്യായാമ ചികിത്സ, നാഡി ചികിത്സ, ധ്യാനം, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് കളരി ചികിത്സ എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് ആയുർവേദക്കാർ കാര്യമായിട്ട് ചെയ്യാത്ത ഒരു രീതിയാണെന്ന് തോന്നുന്നു കളരി ചികിത്സയിലെ ചവിട്ടിയൊഴിച്ചിൽ. അത് ഇന്ന് കളരി ചികിത്സയിൽ മാത്രമുള്ള ഒരു രീതിയാണ്. പിന്നെ കളരി ചികിത്സയുടെ രീതികളെക്കുറിച്ച് പറയാൻ 3 തരത്തിലുള്ള ചികിത്സയാണ് പ്രധാനമായിട്ടും ചെയ്യാം. ഒന്ന് അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സ, 2 അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ചികിത്സ, 3 ശരീരത്തെ നല്ലപോലെ ഫ്ലെക്സിബിളാക്കി വയ്ക്കാനായിട്ട് മെയ്വഴക്കത്തിന് വേണ്ടിയുള്ള ചികിത്സാ രീതികൾ, കച്ചത്തിരുമ്പ് അല്ലെങ്കിൽ ചവിട്ടിത്തിരുമ്പ് എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കുന്നു. അത് കൂടുതലായിട്ടും ഈ പ്രൊഫഷണൽ ഡാൻസേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല മെയ്വഴക്കം വേണ്ടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ചികിത്സ ഓപ്റ്റ് ചെയ്യാറുള്ളത്. അല്ലാതെ തന്നെ നമുക്ക് ഇതിലെല്ലാം നമ്മൾ ഈ വ്യായാമ ചികിത്സയും ധ്യാനവും അതുപോലെയുള്ള നാഡീ ചികിത്സയും മർമ്മ ചികിത്സയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ കളരി ചികിത്സകളും നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ മറ്റേത് ചികിത്സകളെക്കാളും സഡൻ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. പിന്നെ ആയുർവേദ ചികിത്സകളിൽ ഇന്ന് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കളരി ചികിത്സയിലും, അല്ലെങ്കിൽ കളരി ചികിത്സയിൽ നിന്നാണ് പലപ്പോഴും ഇത് ആയുർവേദ ചികിത്സയുടെ പല കാര്യങ്ങളും ഉടലെടുത്തിട്ടുള്ളതെന്നാണ് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ കാണുന്നതൊക്കെ. അപ്പോൾ അത് ഒരു കളരി ചികിത്സയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ഒരുപാട് എടുത്തു പറയാനുള്ള പ്രധാന ഗുണങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും മർമ്മ ചികിത്സയും, അല്ലെങ്കിൽ അതുപോലെ ഉള്ള കൈകൊണ്ടും കാലുകൊണ്ടുള്ള ഒഴിച്ചിലുകൾ, വ്യത്യസ്ത തരം തൈലക്കൂട്ടുകൾ അതിപുരാതനമായിട്ടുള്ള, അതുപോലെ തന്നെ നല്ല കഷായ യോഗങ്ങൾ, ഇതൊക്കെ വളരെ രഹസ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഗുരുപരമ്പരകൾ വളരെ രഹസ്യമായി തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മരുന്ന് കൂട്ടുകളാണ്. അത് ഇന്നും ആ പരമ്പരകളിലൂടെ, ഇങ്ങനെ ശിഷ്യ പരമ്പരകളിലൂടെ അത് ഇപ്പോഴും തുടർന്നു പോരുന്നു എന്നുള്ളതാണ്. മറ്റ് ആയുർവേദത്തിലെ മരുന്നുകളൊക്കെ ഒരു പക്ഷേ നമുക്ക് ഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ ഒരുപാട് കാണാൻ സാധിക്കുമെങ്കിലും കളരി ചികിത്സയിലെ എല്ലാ രീതികളും ഏറെക്കുറെ നിഗൂഢം തന്നെയാണ്, രഹസ്യമായിട്ട് വെച്ചിട്ടുള്ളത് തന്നെയാണ്. അത് ഗുരുപരമ്പരകളിലൂടെ ഇങ്ങനെ കൈമാറിയാണ് പോകുന്നത്. ഈ ചവിട്ടി തിരുമ്മൽ, ഉഴിച്ചിൽ എന്നൊക്കെ ഗുരുജി പറഞ്ഞല്ലോ, ഇതിനൊക്കെ ചൂസ് ചെയ്യുന്ന എണ്ണകൾ എങ്ങനെയാണത് ചൂസ് ചെയ്യുക ഓരോന്നിനും? അതായത് അതിലെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ആ ചൂസ് ചെയ്യുന്ന എണ്ണകളിൽ, ആയുർവേദത്തിലായാലും ഇപ്പം കളരിയിലായാലും ഒക്കെ? ഒഴിച്ചിലിന് ഉപയോഗിക്കുന്ന തൈലക്കൂട്ടുകളൊക്കെ തന്നെ അതാത് ഓരോ രോഗിയുടെയും രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് അത് തിരഞ്ഞെടുക്കുക. അതായത് നമ്മൾ ശരീരത്തെ 3 വിധമായിട്ട് നമുക്ക് തിരിക്കാം. ഒരു വാതം, കഫം, പിത്തം, ഈ 3 രീതിയിൽ ശരീരത്തെ നമുക്ക് തിരിക്കുമ്പോൾ അത് തന്നെ വാതപിത്തം, വാതകഫം അങ്ങനെ തുടങ്ങിയിട്ടുള്ളതിനെ പലതരത്തിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രോഗിയുടെ നാഡി പിടിച്ച് നോക്കി ഏത് തരത്തിലാണ്, ഏതാണോ കൂടുതലായിട്ട് കോപിച്ചിരിക്കുന്നത്, ഏതാണോ വളരെ വീക്കായിട്ടിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള തൈലങ്ങൾ, ആ വ്യക്തിയുടെ രോഗത്തിൻ്റെ കാഠിന്യം, ആ വ്യക്തിയുടെ വയസ്സ്, ആ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരേ ഇരിപ്പ് ഇരുന്നുകൊണ്ടുള്ള പണിയാണോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരേ ഇതിൽ മാത്രം അധ്വാനം വരുന്ന
ജോലികളാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ തൈലക്കൂട്ടുകൾ ഉണ്ടാക്കുക. അപ്പോൾ അതിൽ തന്നെ വയസ്സിനനുസരിച്ച് ഓരോ തൈലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 60 വയസ്സിനൊക്കെ ശേഷമാണ് നമ്മളൊരു മഹാനാരായണ തൈലം പോലെയുള്ള തൈലക്കൂട്ടുകളൊക്കെ ഉപയോഗിക്കുള്ളൂ. അതിന് താഴെ വരുന്ന ഓരോ അതിനനുസരിച്ചുള്ള ഓരോ തൈലക്കൂട്ടുകളുണ്ട്. ആ തൈലക്കൂട്ടുകളാണ് അതിന് അനുയോജ്യമായിട്ട് ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ മെയ് വഴക്കത്തിന് വേണ്ടിയുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള, അതേ സമയത്ത് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി വരുത്തുന്ന തരത്തിലുള്ള തൈലക്കൂട്ടുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് ഒരു നല്ല വാദപ്രകൃതക്കാരാണെങ്കിൽ അവർക്ക് ചൂട് കൂടുതലുള്ള തരത്തിലുള്ള തൈലങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തിയുടെയും ശരീരത്തിൻ്റെയും രോഗത്തിൻ്റെയും പ്രായത്തിൻ്റെയും അവസ്ഥ നോക്കിക്കൊണ്ടാണ് തൈലങ്ങൾ നിശ്ചയിക്കുക. ഒരുപാട് അറിവുകളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗുരുജി നമ്മളായിട്ട് പങ്കുവെച്ചത്. എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടി. സോ താങ്ക് യു സോ മച്ച് ഗുരുജി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ.